ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൻപൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി പൂക്കട ഇട്ട് വെച്ചേക്കുന്നത് ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ആ ദേഷ്യവും സങ്കടവും എല്ലാം തന്നെ ഉള്ളിലടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. ഇതേ സമയത്ത് വർഷയാകട്ടെ സച്ചി തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പൈസ ഉദ്ദേശത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നതിട്ട് ചോദിക്കുന്നത്, വർഷയെ നിനക്ക് സന്തോഷമായില്ലേ, നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ ഏട്ടനൊരു പാവമാണെന്നൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് നിൻ്റെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ടാണ് നിനക്ക് തെറ്റ് കണ്ടാലും മനസ്സിലാവാത്തത്. നിൻ്റെ ഏട്ടന് എന്തുദ്ദേശത്തോടെ തന്നതെന്ന് നിനക്കറിയാമോ? അന്ന് ഞാൻ ഏട്ടത്തേക്ക് 2000 രൂപ കൊടുത്തു. അതിൻ്റെ ഒരു ഈഗോ നിൻ്റെ ഏട്ടൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 2000-ന് പകരം അദ്ദേഹം എൻ്റെ കയ്യിൽ 2500 തിരിച്ചു തന്നു എന്നൊക്കെ വർഷ പറയുന്നത്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നില്ല, നീയല്ലേ പറഞ്ഞ് ഏട്ടത്തെയും മര്യാദയ്ക്ക് ഏട്ടൻ നോക്കുന്നില്ല എന്നൊക്കെ. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഏട്ടത്തേക്ക് ഏട്ടൻ പൂക്കട ഇട്ട് കൊടുക്കുമായിരുന്നു എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴത്തേക്കും, നിനക്കറിയില്ല ശ്രീകാന്ത് അദ്ദേഹത്തിനെ, ഇനി കണ്ടോ അദ്ദേഹം കാർ ഓടിക്കണയൊക്കെ നിർത്തും, എന്നിട്ട് ഇനി രേവതി ഏട്ടത്തിൻ്റെ വരുമാനത്തിൽ നിന്നായിരിക്കും വെള്ളം അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ തന്നെ വർഷ സംസാരിക്കുകയാണ്. കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം എടുക്കാനാവുന്നില്ല കേട്ടോ. ശ്രീകാന്ത് വർഷയോടായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ ഒരു ഒച്ചപ്പാടും ബഹളം കേട്ടുകൊണ്ട് തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്തിനാണ് ശ്രീകാന്ത് നീ വർഷമോളെ വഴക്ക് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ആൻറ്റി കണ്ടോ ശ്രീകാന്തിൻ്റെ ഏട്ടൻ്റെ ഈഗോ കാരണമാണ് എനിക്ക് ഈ 2500 രൂപ തിരിച്ചു തന്നത് എന്നൊക്കെ ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് ഇവനത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മോള് പറയുന്ന എല്ലാം ശരിയാണ്. നേരത്തെ സച്ചിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നത്, ഇപ്പൊ രേവതിയുടെ കൂടി വന്ന് കയറിയപ്പോഴത്തേക്കും അഹങ്കാരം ഇരട്ടിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടും ശ്രീകാന്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും തിരിച്ചൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല. അതിനുശേഷം ചന്ദ്ര പറയുന്നുണ്ട്, മോള് കണ്ടോ ഇവിടുത്തെ 2 മരുമക്കളുടെ അച്ഛനും അമ്മമാരും വന്നു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? കയറി വന്നെ വഴിക്കുന്നൊരു പൂക്കട, അവരൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടില്ല, എന്തായാലും ഞാനത് പൊളിച്ചു മാറ്റിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ശ്രീകാന്താണ് വർഷയോട്, നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നീ സച്ചേട്ടനെ ഒരു കാലത്ത് മനസ്സിലാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെയാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയുടെ പൂക്കടയിലേക്ക് വന്നിരിക്കുന്നവർക്കെല്ലാം തന്നെ ഭക്ഷണവുമായിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ സച്ചി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷം രേവതിയോടും പോയി കഴിക്കാൻ പറഞ്ഞ സമയത്ത് രേവതി പറയുന്നുണ്ട്, ഞാൻ കഴിച്ചോളാം സച്ചിയേട്ടാ, എനിക്കിപ്പോൾ സന്തോഷം അടക്കാനാകുന്നില്ല, എനിക്ക് സച്ചിനെ കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും ഇവിടെ വെച്ച് പറ്റില്ലല്ലോ, വീട്ടിൽ ചെന്നിട്ടാവാം എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക് ഏണു ചോദിക്കുകയാണ്, എന്താണ് രണ്ടുപേരും ഒരു സ്വകാര്യം പറച്ചിലൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഒന്നുമില്ല, പൂക്കളുടെ മണം എന്ത് മണമാണല്ലേ എന്നൊക്കെ ഞാൻ രേവതിയോടായിട്ട് പറഞ്ഞാണ് സച്ചി ഒരു ചമ്മലോട് കൂടി തന്നെ പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ ചെന്നതിന് ശേഷം കടയിലുണ്ടായ ലാഭനഷ്ടങ്ങളെല്ലാം കൂട്ടുകയാണ് കേട്ടോ രേവതി. ഈ ഒരു സമയത്ത് ഒരു 150 രൂപയുടെ കുറവ് വരികയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി നീ വന്നപ്പോൾ തൊട്ട് കൂട്ടാൻ തുടങ്ങിയതല്ലോ, പൈസ എണ്ണം തോറും പെരുകുമൊന്നുമില്ല, ഇത് കണക്ക് ശരിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിരുന്നാലും രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, കണക്കിൽ എവിടെയോ തെറ്റുണ്ട്, കണക്കിൽ ഞാൻ മിടുക്കിയായിരുന്നു, പഠിക്കുന്ന കാലത്ത് എനിക്ക് ഫുൾ മാർക്കാണ് കിട്ടിയിരുന്നത് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചി ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയുകയാണ്, ഞാൻ മറന്നുപോയി രേവതി, രാവിലെ പൂക്കൾ മേടിച്ചതിൻ്റെ ബാക്കി ഒരാൾക്ക് ബാലൻസ് കൊടുക്കാണ്ടായിരുന്നു, അത് ഞാൻ 150 രൂപ കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും, ഇതൊക്കെ എഴുതി വെക്കേണ്ട സച്ചിയേട്ടാ, കണക്കുകളൊക്കെ ശരിയാവണ്ടേ എന്നൊക്കെ രേവതി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഒരു മൂലയിൽ നമ്മുടെ ചന്ദ്ര തുടയ്ക്കുന്ന രീതിക്ക് ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് തൻ്റെ കയ്യിലുള്ള നോട്ടുകൾ എണ്ണിക്കൊണ്ട് തന്നെ സച്ചി ഉറക്കെ പറയുകയാണ്, ഇന്നത്തെ ലാഭം 800 രൂപ, അപ്പം മാസം ആകുമ്പോഴത്തേക്ക് നല്ലൊരു വരുമാനം ഉണ്ടാവില്ലേ രേവതി എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ സച്ചി എന്താണ് ഇത്ര ഉറക്കെ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രേവതി ചന്ദ്രയെ കാണുവാണ് കേട്ടോ. വേഗം തന്നെ രേവതി പറയുന്നുണ്ട്, മിണ്ടായിരിക്കും സച്ചിയേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഇന്നത്തെ ലാഭം 800 രൂപ, ആഹാ ഇനി എന്നും ഇങ്ങനെ ലാഭം ഉണ്ടാവും, അപ്പോൾ രേവതി വീട്ടിലൊരു പണക്കാരിയാവാൻ പോവുകയല്ലേ എന്നൊക്കെ സച്ചി ഉറക്കെ വിളിച്ച് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. പിന്നീട് രവിയും സച്ചിയും കൂടി സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലാഭത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് പൂക്കടകൾ ഉണ്ടാക്കണം എന്നൊക്കെ രീതിക്കാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, ഈ 800 രൂപ ഞാൻ ഇനി എന്താ സച്ചിയായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നീ അതുകൊണ്ട് ഒരു താജ്മഹൽ പണി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛഭാവത്തോടുകൂടി തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് രവി പറയുന്നുണ്ട്, നീ എന്താണ് ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത്? വലിയ പണക്കാർ പലരും തന്നെ ചെറിയ ചെറിയ സമ്പാദങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ വലിയ പണക്കാരായത്, അല്ലാതെ ഒറ്റയടിക്ക് അവർ സമ്പാദിച്ചൊന്നുമല്ല. ഇവർ ഇതുപോലെ തന്നെ സ്വരുക്കൂട്ടി വെച്ച് ഓരോന്നൊക്കെ തുടങ്ങട്ടെ ചന്ദ്ര, അത് അവരുടെ സ്വപ്നമല്ലേ എന്നൊക്കെ രവി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് രേവതി പൂ കെട്ടുകയായിരിക്കും. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ടും ഇത് തന്നെയല്ലേ ചെയ്യാനുള്ളത്, എന്തായാലും ഇന്നത്തെ പൂക്കെട്ട് നിർത്തിക്കൂടെ രേവതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല സച്ചിയേട്ടാ, വലിയൊരു ഓർഡർ കൊടുക്കാനുണ്ടെന്ന് രേവതി പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, എന്തായാലും നമ്മൾ കൃത്യസമയത്ത് തന്നെ പൂക്കട തുടങ്ങിയത്, നിനക്ക് എന്തായാലും സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, എനിക്ക് ഒരുപാട് സന്തോഷമായി സച്ചിയേട്ടാ, ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനൊരു പൂക്കടയുടെ ഓണർ ആകുമെന്ന്, എനിക്ക് ആഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം തരുന്ന എൻ്റെ സച്ചിയേട്ടനാണെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചിക്ക് അത് ഭയങ്കര സന്തോഷമാവും കേട്ടോ. മാത്രമല്ല സങ്കടവും അതിലുപരി സന്തോഷം കാരണം രേവതിയുടെ കണ്ണൊക്കെ നിറയുന്ന സമയത്ത് കണ്ണുനീര് ഒപ്പിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സച്ചി. ഇതിനുശേഷം സച്ചി പറയുകയാണ്, എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി കുളിക്കുന്നതിന് വേണ്ടിയിട്ട് അലമാരയിൽ നിന്ന് തോർത്തെടുക്കുന്ന സമയത്ത് രേവതി ഓടി വന്ന് സച്ചിയെ
കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്നിട്ട് സച്ചേനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്, എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രേവതി സച്ചിനായിട്ട് പറയുകയാണ്, എന്തായാലും നാളെ രാവിലെ വെളുപ്പിന് 4 മണിക്ക് തന്നെ എഴുന്നേക്കണം, മാർക്കറ്റിൽ പോയി പൂക്കൾ മേടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ സച്ചി പറയണം 4 മണിക്കോ, നിനക്ക് തന്നെ പോയിക്കൂടെ രേവതി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് രേവതി പറയുകയാണ്, തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, എന്തായാലും 4 മണിക്ക് പോയേ മതിയാകൂ എന്നൊക്കെ രേവതി ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അങ്ങനെ വെളുപ്പിന് തന്നെ നമ്മുടെ സച്ചി രേവതിയും കൂടി മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ കാറിൽ. ഈ സമയത്ത് രേവതി പുതച്ച് മൂടി തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ആ AC തണുപ്പൊന്ന് കുറയ്ക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇതൊക്കെ എനിക്ക് ശീലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് AC ഒന്ന് കുറച്ചിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ, നമ്മുടെ ഈ പൂക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ സച്ചിയെന്നൊരു കാറ് മേടിച്ചു തരണം എന്നാണെന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും രേവതിയെ നോക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.